റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അതിജീവിതയുടെ രഹസ്യമൊഴിയെയും അവഗണിച്ചു പോലീസ്. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുള്ള അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുന്നില്ല. വേടന്റെ മുൻകൂർ ജാമ്യഹർജി നാളെ ഹൈക്കോടതിയിൽ പരിഗണിക്കാൻ ഇരിക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നിസ്സംഗമായ മനോഭാവം ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ എറണാകുളത്ത് നിന്ന് ചേരുന്നു. ജിജീഷ്, വേടനെതിരെ ഇത്തരത്തിൽ കേസെടുത്തിട്ട് ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ എവിടെയാണെന്നോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഒന്നും ഒരു തരത്തിലുമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഈ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഇത് ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇയാൾ ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്ന കാര്യം ഇനിയും ആർക്കും അതിൽ സംശയമുണ്ടാകില്ലല്ലോ ജിജീഷ്. ജിജീഷ്, കേൾക്കാമെങ്കിൽ പറയൂ. ഈ വേടനെതിരായ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള പുരോഗതിയിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ലല്ലോ. നേരത്തെ അന്വേഷണം വിപുലീകരിക്കുന്നു എന്ന വാർത്തകളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഗൗതം പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു സംരക്ഷണം തന്നെയായിരുന്നു വേടനെ പോലീസും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും നൽകി വന്നിരുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് ഇവരുടെ ഇത്തരത്തിൽ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നാളെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം വരെ വേടൻ പിടിയിലായിട്ടില്ല. കൃത്യമായി തന്നെ വേടനെ സംരക്ഷിക്കാൻ ഈ സംഘങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല, അതിജീവിത വിശദമായ ഒരു മൊഴിയായിരുന്നു ഇക്കാര്യത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയിരുന്നത്. അങ്ങനെ അതിജീവിതം നൽകിയ മൊഴി ഒരിക്കൽ പോലും അന്വേഷണ സംഘം പരിശോധിച്ചില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ലൈംഗിക പീഡന, ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടങ്ങളിൽ അതിജീവിതയുടെ മൊഴി പരിശോധിച്ച് അത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ നിലവിൽ ഈ പോലീസ് ഇതുവരെ അത് പരിശോധിച്ച് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കാനോ അതിലേക്ക് കൂടി അന്വേഷണം നീട്ടാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും അതിജീവിതയുടെ മൊഴിയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഹിരൺദാസ് മുരളിക്കെതിരെ യുവ ഡോക്ടർ നൽകിയിട്ടുള്ള രഹസ്യമൊഴി അതും അവഗണിച്ചുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുകയാണ്. ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കേസെടുത്തിട്ട് ഏതാണ്ട് 3 ആഴ്ച പിന്നിട്ടിട്ടും ഇയാൾ എവിടെയാണെന്നോ ഇയാളെ പിടികൂടാനോ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൊച്ചിയിൽ നിന്നും വാർത്തകൾ നൽകിയത് ജിജീഷ് കരുണാകരൻ.